ഹലോ ഗായ്സ്, അപ്പോൾ അതേ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ എങ്ങോട്ടുമല്ല, റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇന്ന് എൻ്റെ മേമയും അനിയനും ചെന്നൈക്ക് പോവാണ്. എൻ്റെ അനിയന് ലീവ് കഴിഞ്ഞു, ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ എത്തി. ഇപ്പോൾ ഞങ്ങൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനിയൻ ഇപ്പം തന്നെ കഴിക്കാനാണ് ഡിന്നറ്. കാരണം അവന് തൊണ്ടവേനയും ജലദോഷമൊക്കെ ഉണ്ട്, അപ്പം മരുന്ന് കഴിക്കാണ്ട്. അപ്പോൾ അവന് ഇപ്പം തന്നെ മൈമ കൊടുക്കുകയാണ്, വായ കൊടുക്കുകയാണ്. അപ്പോൾ അതേ ട്രെയിന് വരണമായിരിക്കും ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ എന്തെങ്കിലും കളിക്കണമല്ലോ. ബോറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ അനിയനും തമ്മിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടാണ് അവനിപ്പോൾ ഇത്ര എനർജി കിട്ടിയത്. തൊണ്ടൻ പക്ഷെ എന്നാൽ കുഴപ്പമില്ല. വീട്ടിലാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയിട്ട്. അപ്പോൾ അതേ ട്രെയിനൊക്കെ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ സാധനമൊക്കെ വെക്കണം. കുറച്ച് അബദ്ധം പറ്റി, ബാക്കിൽ കൂടെ കയറിയാൽ മതിയായിരുന്നു. കാരണം കുറച്ചും പെട്ടെന്ന് സീറ്റിലെത്തിയാണ്. ഇപ്പോൾ ഇത് ഫ്രണ്ട് കൂടെ കയറിയതൊക്കെ ബാക്കിലാണ് സീറ്റ് ശരിക്കും. അപ്പോൾ അവിടെ നിന്ന് കയറിയാൽ പെട്ടെന്ന് എത്തിയായിരുന്നു. കുഴപ്പമില്ല. ഇനിയിപ്പോൾ സീറ്റൊക്കെ വെച്ചു, സീറ്റിലൊക്കെ ബാഗൊക്കെ വെച്ചു. ഇപ്പോൾ ഇതേ ട്രെയിനൊക്കെ പോയി. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. അപ്പോൾ ഞങ്ങളിതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫുഡൊക്കെ മേടിക്കണം. അപ്പോൾ ഫുഡ് മേടിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സൂപ്പൊക്കെ ഓർഡർ ചെയ്തു. ഞാനല്ല, അച്ഛനാണ് ഓർഡർ ചെയ്ത്. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ സൂപ്പ് കുടിച്ചു. പക്ഷേ അച്ഛൻ ഓർഡർ ചെയ്താലും കുടിക്കാമല്ലോ നമുക്ക്. അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കി, ടേസ്റ്റൊക്കെ സൂപ്പറാണ്. ചിക്കൻ സൂപ്പാണ് ഓർഡർ ചെയ്ത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് ലൈമാണ്. അത് രണ്ടാമത് കിട്ടി. അത് പക്ഷേ ഞാൻ തന്നെ കുടിച്ചു, എന്നെ ആർക്കും കൊടുത്തില്ല. അപ്പോൾ അത് അങ്ങനെ ഫുഡൊക്കെ മേടിച്ചു. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് കഴിച്ച് കിടന്നുറങ്ങണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്.